കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് തയ്യാറെടുക്കുകയാണ് പത്തനംതിട്ട തുമ്പമൺ വടക്കുന്നാഥൻ ക്ഷേത്രം. മെയ് 11 മുതൽ 18 വരെയാണ് മഹാസത്രം. സത്രനഗരിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. തുമ്പമൺ ദേശത്തിന്റെ ഉപാസനാദേവനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്രസന്നിധിയിൽ ഇനി ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന്റെ പുണ്യനാളുകൾ. സ്കന്ദപുരാണത്തെ പാരായണത്തിലൂടെയും ലളിതമായ പ്രഭാഷണങ്ങളിലൂടെയും ഭക്തഹൃദയങ്ങളിൽ എത്തിക്കുകയാണ് മഹാസത്രം. പൂയം തിരുനാൾ പാർവതിഭായ് തമ്പുരാട്ടി സത്രനഗരിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചതോടെ മഹാസത്രത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തുമ്പമൺ ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്ര പ്രത്യേകതകൾ പൂയം തിരുനാൾ ഗൗരിഭായ് തമ്പുരാട്ടിയുടെ വാക്കുകളിൽ ഇങ്ങനെ: ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഹരിപ്പാട്ട് കൊട്ടാരത്തിൽ നിന്നാണ്. അവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഞങ്ങളുടെ കൊച്ചുമക്കള് അവര് മറിയപ്പള്ളി കൊട്ടാരത്തിൽ നിന്നാണ്. അവിടെയും സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പം ആ വേലായുധ സ്വാമിയെ തൊഴുത് പോകുക എന്ന് വെച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല 2 ശ്രീകോവില് ഒരേ പ്രതിഷ്ഠ. ഒന്നിൽ ശിവൻ, ഒന്നിൽ വിഷ്ണു, ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ 2 ശ്രീകോവിലും ഭഗവാൻ തന്നെ ഓരോ ധ്യാനത്തിൽ ഇരിക്കുന്നത് വളരെ അപൂർവമായിരിക്കണം ഞാൻ കരുതുന്നു. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അപ്പം അതൊരു അനുഗ്രഹമായിട്ട്, തീർച്ചയായിട്ടും അനുഗ്രഹമാണ്, കരുതുകയല്ല, അനുഗ്രഹമാണ്. മെയ് 11 രാവിലെ 6 മണിക്ക് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സത്രവേദിയിലേക്കുള്ള വിഗ്രഹ ഘോഷയാത്രയും അന്ന് രാവിലെ 9 മണിക്ക് പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്കന്ദപുരിയിലേക്കുള്ള കൊടിക്കൂറ ഘോഷയാത്രയും പുറപ്പെടും. കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് സ്കന്ദപുരിയിലേക്കുള്ള കൊടിമര ഘോഷയാത്ര പുറപ്പെടുന്നത്. സംയുക്ത ഘോഷയാത്രകൾക്ക് സ്വീകരണം നൽകി വൈകിട്ട് 5 മണിയോടെ കൊടിയേറ്റ് നടക്കും. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര വർമ്മ മഹായജ്ഞത്തിന്റെ ആചാര്യപദം അലങ്കരിക്കും. മെയ് 11 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ സ്കന്ദപുരാണ പാരായണം, സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളിലുള്ള ആധ്യാത്മിക സമ്മേളനങ്ങൾ ഈ വേദിയിൽ നടക്കും. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര വർമ്മ അവர்களാണ് സത്രത്തിൻ്റെ ആചാര്യ പദം അലങ്കരിക്കുന്നത്. വ്യത്യസ്തമായ ധാരാളം പൂജ ഹോമാദികൾ ഇവിടെ നടക്കുന്നുണ്ട്. മെയ് 18 പളനി ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് സ്കന്ദഹോമം നടക്കുന്ന മണ്ണായിട്ട് ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. മെയ് 18 ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് സമാപനം കുറിക്കുമ്പോൾ ചരിത്ര ദിനരാത്രങ്ങൾക്കാണ് തുമ്പമൺ ദേശം സാക്ഷ്യം വഹിക്കുക. ജനം, പത്തനംതിട്ട.